ദേവരാഗം രചനാ സംഭാഷണ മൈഥിലി മിത്ര ഭാഗം 87. എടി മോളെ, ഇതാ ഒന്നോടെ നല്ലത്, നീ ഇതുടുത്താൽ മതി. വൈശു ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചുരിദാർ തിരിച്ചെടുത്ത് അലമാരയിൽ വെച്ചു പത്മം. എന്നിട്ട് അതിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ധാവണി എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തവർ. മുത്തശ്ശി, ഇതുടുത്ത സാറിന് ഇഷ്ടമായില്ല. മഹാദേവൻ പറഞ്ഞിട്ട് പോയത് ഓർമ്മയിൽ വന്നതും അവളൊന്നും അടിച്ചു. അത് വെറുതെയാ കൊച്ചേ, നിന്നെ വല്ലവരും വായി നോക്കുമെന്ന് പേടിച്ചിട്ടാ ആ ചെക്കൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത്. കാര്യം മനസ്സിലാക്കിയ പത്മം ഊറിച്ചിരിച്ചു. എന്നാലും വേണ്ട മുത്തശ്ശി, സാറ് വേണ്ടെന്ന് പറഞ്ഞ കാര്യം എങ്ങനെയാ ഞാൻ ചെയ്യുന്നേ? അപ്പോഴും അവൾക്ക് പരിഭ്രമമായിരുന്നു. വൈശുക്കൊച്ചേ, നിനക്കിത് ഉടുക്കാൻ ഇഷ്ടമാണോ? പത്മാവതി അവസാനമായിട്ട് അവളോട് ചോദിച്ചു. ഉടുക്കാനൊക്കെ ഇഷ്ടമാണ് മുത്തശ്ശി. അവൾ തലയാട്ടി. എന്നാൽ ഇതുടുത്തോ, അവൻ നിന്നെ വഴക്ക് പറയാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം, പോരെ? അവർ വൈശുവിന് ഉറപ്പ് നൽകി. എന്നാലും പെണ്ണപ്പോഴും മടിച്ചു നിൽക്കുകയായിരുന്നു. നീ ഇതൊന്നും എടുത്തോണ്ട് വാ മോളെ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ? പത്മാവതി നിർബന്ധിച്ചതും വൈശു മനസ്സില്ല മനസ്സോടെ ധാവണി ഉടുക്കാമെന്ന് സമ്മതിച്ചു. ലക്ഷ്മിയാണ് ആ മാമ്പഴ കളറുള്ള ധാവണി അവളെ ഭംഗിയായി ഉടുപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് മുടി മുഴുവനും ബണ്ണി ചെയ്ത് അതിൽ നിറയെ മുല്ലമുട്ട് കൊരുത്ത മാലയും ചൂടിക്കൊടുത്തു. കൊച്ചിന് കാതിലും കഴുത്തിലും ഒക്കെ ഇടാൻ വല്ലതും മേടിക്കണം ലക്ഷ്മി. നമ്മുടെ മോനെ കെട്ടിയതുകൊണ്ട് അല്ലായിരുന്നു ഇതിൻ്റെ ദേഹം മുഴുവനും സ്വർണം കൊണ്ട് അവർ പൊതിയത്തില്ലായിരുന്നോ? വൈശുവിൻ്റെ ഒഴിഞ്ഞ കൈത്തണ്ടിയും കാതും ഒക്കെ കണ്ടതും പത്മാവതിക്ക് വല്ലാതെയായി. കയ്യിലും കഴുത്തിലും ഒന്നുമില്ലെങ്കിൽ എന്താ, ഇതുപോലെ ഒരു സ്നേഹമുള്ള വീട്ടുകാരെ എനിക്ക് കിട്ടിയില്ലേ? അത് കേട്ടതും വൈശു മനസ്സിൽ ചിന്തിച്ച കാര്യം അതായിരുന്നു. സാരില്ല അമ്മേ, നമുക്കെല്ലാം പതുക്കെ വാങ്ങാം. ബാലേട്ടന് 1-2 ചിട്ടി ചേർന്നിട്ടുണ്ടെന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലായിരുന്നോ? അടുത്ത മാസം കൂടെ അടച്ചാലേ അത് തീരും. ചിട്ടി 2 എടുത്തിട്ട് കൊച്ചിൻ്റെ കയ്യിലും കഴുത്തേലും ഇടാൻ വല്ലതും വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ തന്നെ വിചാരിച്ചു വെച്ചിരുന്നതാ. പഴയ ഫാഷനിലുള്ള വലിയ കുടയുള്ള ഒരു ചിമുക്ക കമ്മൽ അവളുടെ കാതിലിട്ട് കൊടുത്തുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. എന്നിട്ട് കഴുത്തിൽ ബോണ്ടായുടെ പഴയ ഒരു ചുട്ടിയും ചേനും കൂടി അവക്കിട്ടുകൊടുത്തു. തൽക്കാലത്തേക്ക് ഇതങ്ങ് കയ്യിലേക്കിട്ടോ. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ വല്ലതും സ്വർണ്ണം ഇടുവോ? ധാവണിക്ക് ചേരുന്ന മാമ്പഴ നിറത്തിലുള്ള കുപ്പിവളകൾ ലക്ഷ്മിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു പത്മാവതി. പൊന്നും കുടത്തിന് എന്തിനാടീ സ്വർണം? എൻ്റെ കൊച്ചിന് സുന്ദരിയാ, എൻ്റെ കണ്ണ് കിട്ടാതിരിക്കട്ടെ. ഒരുങ്ങിക്കഴിഞ്ഞ വൈശുവിൻ്റെ കണ്ണിലെ കരി ചൂണ്ടുവിരലിൻ്റെ അറ്റത്ത് തൊട്ടെടുത്ത് അത് ചെവിക്ക് പിന്നിലായി തൊട്ടുകൊടുത്തുകൊണ്ട് ലക്ഷ്മി ചിരിച്ചു. സത്യം, എൻ്റെ കൊച്ചുമ്മ ഭാഗ്യവാന, ഇങ്ങനൊരു സുന്ദരി കൊച്ചിനെ കിട്ടിയില്ലേ? പത്മാവതി ഏറ്റു പറഞ്ഞു. ഇതുവരെ നിങ്ങളുടെ ഒരുക്കം കഴിഞ്ഞില്ലേ? ബാ പോവാം, സമയമാവുന്നു. അവരെ അന്വേഷിച്ച് ബാലു അപ്പോഴേക്കും മുറിയിലേക്ക് കയറി വന്നിരുന്നു. കഴിഞ്ഞു ബാലേട്ടാ. വൈശുവിൻ്റെ ധാവണിത്തുമ്പ് ഒന്ന് കൂടി ശരിയാക്കി കൊടുത്തിട്ട് ലക്ഷ്മി അകന്നു മാറി. ആരിത്? കാവിലെ ഭഗവതിയോ? വൈശാഖിയെ കണ്ടതും കണ്ണുകൾ വിടർത്തി നോക്കിക്കൊണ്ട് ബാലു അവളുടെ അരികിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പെണ്ണിൻ്റെ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തു. കൊള്ളാവോ ബാലു? അവളൊരു ചിരിയോടെ ചോദിച്ചു. പിന്നില്ലേ, എൻ്റെ കൊച്ചിനെ കണ്ടായപ്പോൾ സിനിമാ നടി പോലും തോറ്റുപോകും, അത്രയ്ക്ക് ഭംഗിയാ. അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ഒന്ന് വലിച്ചു വിട്ടു ഭാസ്കരൻ. റിസപ്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ മണി 8 കഴിഞ്ഞിരുന്നു. വലിയ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു റിസപ്ഷൻ നടന്നുകൊണ്ടിരുന്നത്. ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയ ആ ഫംഗ്ഷനിൽ അമേരിക്കയിൽ നിന്നുള്ള കല്യാണച്ചക്കൻ്റെ കൂട്ടുകാരിൽ പലരും പങ്കെടുത്തിരുന്നു. അതിൽ 1-2 സായിപ്പന്മാരും മദാമ്മമാരും കൂടി ഉണ്ടായിരുന്നു. കല്യാണത്തിന് വരാത്ത പലരും റിസപ്ഷന് വന്നിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൻ്റെ ഒരു വശത്തായി ആണും പെണ്ണും എന്ന വ്യത്യാസമില്ലാതെ, പ്രായവ്യത്യാസമില്ലാതെ പലരും നിന്ന് പാട്ടിനൊപ്പിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഒരു വശത്തായി ബുഫേ രീതിയിലുള്ള ഫുഡ് സ്റ്റാളുകൾ നിറഞ്ഞിരുന്നു. നടുവിലായി അലങ്കരിച്ചിട്ടിരിക്കുന്ന കസേരകളിൽ പലരും സൊറ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്റ്റേജിന് മുകളിൽ അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന മണ്ഡപത്തിൽ കല്യാണച്ചക്കനും പെണ്ണും ഓരോരുത്തരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ആട്ടവും പാട്ടും ഡാൻസും തീനും കുടിയുമായി ആ റിസപ്ഷൻ കൊടുത്തു തുടങ്ങി. സിദ്ധാർത്ഥം കുടുംബവും റിസപ്ഷനും വന്നിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് കണ്ട പരിചയത്തിൻ്റെ പുറത്ത് സിദ്ധാർത്ഥൻ്റെ അമ്മ വന്ന് വൈശാഖിയെയും വീട്ടുകാരുടെയും ഒപ്പം കൂടുകയും ചെയ്തു. വൈശാഖി ലക്ഷ്മിയുടെയും പത്മത്തിൻ്റെയും കൂടെ തന്നെ നിൽക്കുവാൻ ശ്രദ്ധിച്ചു. കാരണം കൂട്ടം തെറ്റിപ്പോയാൽ പെട്ടുപോകും. അതുപോലെ ആൾക്കാരാണ്. അതുമല്ല മിക്കവാറും എല്ലാവരും കാശിൻ്റെ ഹുങ്ക് കാണിക്കാൻ നിൽക്കുന്നവരും.
കുറച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരുടെയും കൂടെ ഡാൻസ് കളിച്ചുകൊണ്ട് നിന്ന വിഷ്ണു അവളെ കൂടെ കൂട്ടുവാനായി വിളിക്കാൻ വേണ്ടി വന്നത്. ആദ്യമൊക്കെ അവൾ സമ്മതിച്ചില്ലെങ്കിലും പത്മാവതിയും ലക്ഷ്മിയുടെ ഒറ്റ നിർബന്ധത്തിൽ അവൾ വിഷ്ണുവിൻ്റെ കൂടെ പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അക്കൂട്ടത്തിൽ കിടന്നു തുള്ളാൻ സിദ്ധാർത്ഥം ഉണ്ടെന്നുള്ള കാര്യം. ആദ്യം ഒന്ന് വിസമ്മതിച്ചുവെങ്കിലും അവിടെ നിന്ന ബാലു അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവളുടെ കൂടെ കൂടി സ്റ്റെപ്പിട്ടു. കുറച്ചു നേരം കഴിഞ്ഞതും വിഷ്ണുവും സിദ്ധാർത്ഥം കൂടെ അവരുടെ കൂടെ കൂടി. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബാലുവിൻ്റെ സുഹൃത്ത് ആരോ വന്ന് അയാളെ പിന്നിൽ നിന്നും വിളിച്ചത്. ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്ന വൈശുവിനോട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടാണ് ബാലു ഇത്തിരി അകന്നു മാറി നിന്നുകൊണ്ട് കൂട്ടുകാരനോട് സംസാരിച്ചത്. വിഷ്ണു ആണെങ്കിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നിടെ സെൽഫി വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലും. അതേസമയം തലേന്ന് രാത്രി തൊട്ട് പെണ്ണൊരുത്തിയെ കാണാതെ ഭ്രാന്ത് പിടിച്ചുടറിയ മഹാദേവൻ കൂടെ വന്ന ടീച്ചേഴ്സിനെ പോലും നോക്കാതെ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ എറണാകുളത്തു നിന്നും ബസ് കയറി നേരെ റിസപ്ഷൻ ഹാളിലേക്ക് എത്തിയിരുന്നു. ഓട്ടോയിൽ ഫംഗ്ഷൻ ഹാളിൻ്റെ മുൻപിൽ വന്നിറങ്ങിയിട്ട് അകത്തേക്ക് ഓടിപ്പാഞ്ഞു ചെന്നതുകൊണ്ട് മഹാദേവനെ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. വർണ്ണ ബൾബുകൾ കൊണ്ടും കണ്ണഞ്ചിപ്പിക്കുന്ന വൈദ്യുത വിളക്കുകൾ കൊണ്ടും രാത്രിയെ പകലാക്കുന്ന തരത്തിൽ അലങ്കരിച്ചിരിക്കുന്ന റിസപ്ഷൻ ഹാളിനുള്ളിലേക്ക് അവൻ ഇത്തിരി വേഗത്തിൽ തന്നെ നടന്നു. ആൾക്കൂട്ടത്തിനിടയിലും അവൻ്റെ കണ്ണുകൾ ആ ഉരുവൾക്ക് വേണ്ടി തിരയുകയായിരുന്നു. ഇന്നലെ രാത്രി കരഞ്ഞുകൊണ്ട് പോയവളാണ്. പിന്നീട് ഈ ഒരു നിമിഷം വരെ പെണ്ണിൻ്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട് പോലുമില്ല. രാവിലെ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുൻപായി അവളെ പല പ്രാവശ്യം താൻ വിളിച്ചിരുന്നു. അപ്പോഴെല്ലാം അവളുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. ഇന്ന് ഉച്ചയ്ക്ക് ഇത്തിരി സമയം കിട്ടിയപ്പോൾ അമ്മയെ വിളിച്ചിട്ട് അവൾക്ക് കൊടുക്കാൻ പറയുമ്പോൾ ഓരോരോ മുട്ടിപ്പോക്ക് ന്യായങ്ങൾ നിരത്തി അമ്മ ഫോൺ വെച്ച് കളഞ്ഞു. പെണ്ണിനെ ഒന്ന് കാണാതെ അവളുടെ ശബ്ദം ഒന്ന് കേട്ടില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് വൈകിട്ട് 4 മണിക്ക് ട്രെയിൻ കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ താൻ ബസ് കയറിയത് തന്നെ. ബാക്കിയുള്ളവരെല്ലാം നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന ഇന്ന് രാത്രിയിലെ ട്രെയിനിനാണ് കയറുന്നത്. പക്ഷേ തൻ്റെ അവസ്ഥ അതല്ലായിരുന്നല്ലോ. ആ പെണ്ണിങ്ങനെ നെഞ്ചിൽ നിറഞ്ഞു വെക്കുമല്ലേ. എല്ലാവരോടും ഇന്നത്തെ റിസപ്ഷൻ്റെ പേരും പറഞ്ഞാണ് അവിടുന്ന് പെട്ടെന്ന് ചാടിയത്. ആൾക്കൂട്ടത്തിനിടയിൽ കൂടി മഹാദേവൻ അകത്തേക്ക് നുഴഞ്ഞു കയറി. അകലെ നിന്നെ അവൻ കണ്ടു ഫംഗ്ഷൻ ഹാളിൻ്റെ ഒരു വശത്തായി ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന തൻ്റെ അമ്മയെ. ലക്ഷ്മിയെ കണ്ടതും അവൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. ദേവ, നീ എപ്പോൾ വന്ന്? ഒന്ന് വിളിച്ചു പറഞ്ഞു പോലും ഇല്ലല്ലോ. വീട്ടിൽ ചെന്നൊന്ന് കുളിച്ചിട്ട് പതിയൊക്കെ വന്നാൽ പോരായിരുന്നോ ദേവ? അലങ്കോലമായ മുടിയും ആകപ്പാടെ മുഷിച്ച വസ്ത്രങ്ങളും ഇട്ട് മുഖപ്രസാദം വറ്റി കണ്ണിന് ചുറ്റും കാർപ്പ് ബാധിച്ച രീതിയിൽ ആ സമയത്ത് അവിടെ വന്നു കയറിയ മകനെ കണ്ടതും ലക്ഷ്മി അതിശയിച്ചു പോയിരുന്നു. ട്രെയിനിങ് പെട്ടെന്ന് കഴിഞ്ഞു, അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. അത് പറയുമ്പോഴും അവൻ്റെ കണ്ണുകൾ വൈശാഖിക്ക് വേണ്ടി ചുറ്റിനും അലയുകയായിരുന്നു. നീ വല്ലതും കഴിച്ചോ? അവർ പെട്ടെന്ന് ചോദിച്ചു. ഇല്ല, കഴിക്കണം. ഉള്ളിലെ സങ്കടവും പതർച്ചയും എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൻ്റെ മുഖത്ത് വ്യക്തമായി പ്രകടമായിരുന്നു. അത് ലക്ഷ്മിക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തിരുന്നു. വൈശുവും ബാലേട്ടനൊക്കെ അവിടെയുണ്ട്. ഹാളിൻ്റെ ഒരു സൈഡിലായി നടക്കുന്ന ഡാൻസ് കളിക്കുന്നവരുടെ കൂട്ടത്തിന് നേർക്ക് ലക്ഷ്മി വിരൽ ചൂണ്ടി. മകൻ്റെ മനസ്സിലെന്താണെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല എന്നതാണ് സത്യം. അമ്മ പറഞ്ഞത് കേട്ടത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ. അങ്ങോട്ടേക്ക് ഓടുകയായിരുന്നു മഹാദേവൻ. ആൾക്കൂട്ടത്തിൽ കൊതിയോടെ ആർത്തിയോടെ ആ ഒരുവളെ തിരഞ്ഞവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം മാമ്പഴ നിറത്തിലുള്ള ധാവണിയും ചുറ്റി സുന്ദരിയായി ഒരുങ്ങിയിരിക്കുന്ന ആ വെളുത്ത കുലുന്ന പെൺകുട്ടിയിൽ ചെന്ന് തങ്ങി നിന്നു. വൈശാഖി, എൻ്റെ പെണ്ണ്. മഹാദേവൻ്റെ ഹൃദയം തുടിച്ചു. ചിരിക്കാൻ മറന്നുപോയ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു. ജീവനില്ലാതായ കണ്ണുകളിൽ വൈശാഖിയുടെ പ്രതിബിംബം പതിഞ്ഞതും അത് ജീവനുറ്റതായി. ഉള്ളിലുണ്ടായിരുന്ന വിങ്ങലുകൾ എങ്ങോട്ടേക്കോ നൊടിയിടയിൽ ഓർടി മറഞ്ഞു. പറ്റിപ്പോയ മുഖപ്രസാദം ഒരു നിമിഷത്തിനുള്ളിൽ തിരിച്ചെത്തി. എൻ്റെ പെണ്ണ്. ശ്വാസം വിലങ്ങിയ നെഞ്ചിനു മുകളിൽ വലങ്കൈ ചേർത്ത് പിടിച്ചൊന്ന് ഒഴിഞ്ഞു വിടുമ്പോൾ ആ ഒരുവളെ പിടിച്ച് നെഞ്ചിലേക്ക് വലിച്ചിട്ട് ഞെക്കി പൊട്ടിക്കാൻ തോന്നിപ്പോയവന്. പക്ഷേ പൊടുന്നനെ അവിടെ കണ്ട ഒരു കാഴ്ച അവൻ്റെ നെഞ്ച് കലക്കിക്കളയാൻ പാകത്തിലുള്ളതായിരുന്നു. മഹാദേവൻ ഇത്രയും നേരം കൂട്ടിവെച്ച സന്തോഷങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് മാറി മറിഞ്ഞ് ദൂരേക്ക് പോയി എന്നതാണ് സത്യം. അവൻ നെയ്തു കൂട്ടിയ സ്വപ്നങ്ങൾ തകർന്ന് തരിപ്പണമായി എന്നതാണ് സത്യം. പൊട്ടിച്ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷവതിയായി സിദ്ധാർത്ഥിനോടൊപ്പം ആടിപ്പാടി സ്വയം മറന്ന് ഡാൻസ് ചെയ്യുന്ന വൈശാഖി അവനിലൊരു ഞെട്ടൽ നിറച്ചു.
അവനെ കണ്ണ് നിറയിക്കാൻ പോകുന്നതായിരുന്ന ആ കാഴ്ച, ശ്വാസം വിലങ്ങുവാൻ പോകുന്നതായിരുന്ന ആ ദൃശ്യം. ഏതൊരുവൾക്ക് വേണ്ടിയാണോ ഉറക്കമില്ലാതെ താൻ ഒരു രാത്രി കഴിച്ചു കൂട്ടിയത്, ഏതൊരുവൾക്ക് വേണ്ടിയാണോ ഇന്നത്തെ ഒരു ദിവസം താൻ ഭ്രാന്ത് പിടിച്ചവനെ പോലെ ഓടി നടന്നത്, ഏതൊരുവൾക്ക് വേണ്ടിയാണോ കൂടെ വന്നവരെ പോലും ഉപേക്ഷിച്ച് ബസ് കയറി ഇവിടേക്ക് പാഞ്ഞു വന്നത്, ഏതൊരുവൾക്ക് വേണ്ടിയാണോ തൻ്റെ കണ്ണുകൾ നീറിപ്പുകഞ്ഞത്, ഏതൊരുവൾക്ക് വേണ്ടിയാണോ വിശപ്പ് പോലും തന്നെ അലട്ടാതിരുന്നത്, ഏതൊരുവൾക്ക് വേണ്ടിയാണോ ഇത്രയും നേരം താൻ മനസ്സ് തകർന്ന് കരഞ്ഞത്, ആ ഒരുവളാണിപ്പോൾ സന്തോഷത്തോടെയുള്ളത്, പൊട്ടിച്ചിരിക്കുന്നത്, ആടിപ്പാടുന്നത്, നൃത്തം ചെയ്യുന്നത്, അതും ആ സിദ്ധാർത്ഥിനോടൊപ്പം. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അവൾക്കെന്നെ കാണാതിരുന്നാലോ സംസാരിക്കാതെ ഇരുന്നാലോ ഒരു കുഴപ്പവും ഇല്ലെന്നല്ലേ? അവളോട് സംസാരിക്കാതെ ഒരു ദിവസം മുഴുവൻ ഇരുന്നപ്പോൾ സങ്കടം എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ലേ? അതെ, അത് തന്നെയാണ് ശരി. അല്ല, അതുമാത്രമാണ് ശരി. താൻ അവിടെ അവളെ ഓർത്ത് ഭ്രാന്ത് പിടിച്ച് നടന്ന സമയം വൈശാഖി ഇവിടെ സന്തോഷവതിയായിരുന്നു. അവൾക്ക് തന്നെ ഓർത്ത് യാതൊരു തരത്തിലുള്ള ആകുലതകളും ആശങ്കകളും ഉണ്ടായിരുന്നില്ല. അതോർത്തതും മഹാദേവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി. ഹൃദയം മിടിക്കുവാൻ മറന്നതുപോലെ ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി. ശരീരവും മനസ്സും മരവിച്ചതുപോലെ അവന് തോന്നി. അതുകൊണ്ട് തന്നെ നിന്നിടത്ത് നിന്ന് അനങ്ങുവാൻ പോലും കഴിയാതെ അവളെ ഉറ്റുനോക്കിക്കൊണ്ട് അവൻ അവിടെ തന്നെ നിന്നു. അവനപ്പോൾ മനസ്സുകൊണ്ടൊരു ഭർത്താവല്ലായിരുന്നു, വെറും ഒരു കാമുകനായിരുന്നു. വൈശാഖിയെ പ്രണയിക്കുന്ന, വൈശാഖി എന്ന ലോകത്ത് ജീവിക്കുന്ന, വൈശാഖിയെ മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന വെറും ഒരു കാമുകൻ. അവനിൽ വൈശാഖിയെ എൻ്റെ മാത്രമാണെന്നുള്ള സ്വാർത്ഥത ഉണ്ടായിരുന്നു. വൈശാഖിയോട് നേരത്തെ പ്രണയമുണ്ടായിരുന്ന സിദ്ധാർത്ഥ് അവളോട് മിണ്ടുന്നത് കൊണ്ടുള്ള കുശുമ്പുണ്ടായിരുന്നു. തനിക്ക് വേണ്ടി കണ്ണുകഴച്ച് കാത്തിരുന്നില്ല എന്നതുകൊണ്ടുള്ള പരിഭവമുണ്ടായിരുന്നു. സാർ, ഉടനെയാണ് ഡാൻസ് കളിച്ചുകൊണ്ട് കറങ്ങി തിരിഞ്ഞ വൈശാഖി അവനെ അവിടെ കണ്ട് നെട്ടിത്തരിച്ച് നിന്നുപോയത്. ഒരു നിമിഷത്തിനു ശേഷം സുബോധം വന്നവൾ പരിസരം പോലും മറന്ന് ഓടിപ്പാഞ്ഞ് അവൻ്റെ അരികിലേക്ക് കുതിച്ചിരുന്നു. അപ്പോഴും അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നല്ലാതെ മഹാദേവൻ്റെ ചുണ്ടുകൾ ചലിച്ചില്ല. സാർ എപ്പോഴാ വന്നേ? വരുന്ന കാര്യമൊന്നും പറഞ്ഞു പോലുമില്ലല്ലോ. അപ്രതീക്ഷിതമായി മഹാദേവനെ അവിടെ കണ്ട സന്തോഷത്തിൽ വൈശാഖിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ കൂടെ സ്വയം മറന്നു അതീവ സന്തോഷത്തിൽ ഡാൻസ് കളിച്ചതിൻ്റെ കുശുമ്പാണ് അവൻ്റെ ഈ പരിഭവത്തിനും ദേഷ്യത്തിനും പിന്നിലുള്ള കാരണമെന്ന് പെണ്ണവൾ ഓർത്തിരുന്നില്ല. അവളോടുള്ള ദേഷ്യവും പരിഭവവും സങ്കടവും കാരണം പിടിവിട്ട് നിന്നവൻ സ്വയം നിയന്ത്രിക്കാൻ പാടുപെടുകയായിരുന്നു ആ നേരം. സാർ എന്താ ഒന്നും മിണ്ടാത്തേ? അവൻ്റെ നിൽപ്പും ഭാവവും പന്തിയല്ലെന്ന് കണ്ടതും പെണ്ണവൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. പൊടുന്നനെയാണത് സംഭവിച്ചത്. വൈശാഖിയുടെ കൈ അവൻ ദേഷ്യത്തിൽ കുടഞ്ഞെറിഞ്ഞു. എന്നിട്ട് ഒരെണ്ണം പൊട്ടിക്കുവാനായിട്ട് കൈ ഉയർത്തു. പക്ഷേ തലേ ദിവസത്തെ അവളുടെ കരച്ചിൽ ഓർമ്മ വന്നതും ഉയർത്തിയ കൈ അവൻ തിരികെ താഴേക്കിട്ടിരുന്നു. നിന്നെ ഒരു നോക്ക് കണ്ടില്ലെങ്കിൽ ചത്തുവോന്ന് തോന്നിയത് കൊണ്ടാടി കഷ്ടപ്പെട്ട് ബസ് കയറി ഭ്രാന്ത് പിടിച്ചതിനെ പോലെ ഇവിടം വരെ ഞാൻ പാഞ്ഞെത്തിയത്. പക്ഷേ നീ ഇവിടെ ഇത്രയും നേരം സന്തോഷത്തിലായിരുന്നെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ദേഷ്യത്തിൽ അത്രയും പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നവനെ നോക്കി ഒരു നിമിഷം വൈശാഖി അന്താളിപ്പോടെ നിന്നുപോയി. എന്നെ കാണാൻ വേണ്ടി ഓടി വന്നെന്നോ? ഭ്രാന്ത് പിടിച്ചെന്നോ? കണ്ടില്ലെങ്കിൽ ചത്തുപോകുന്നു തോന്നിയെന്നോ? അവൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ അവളെ ചിന്തിപ്പിക്കാൻ പോകുന്നതായിരുന്നു. അപ്പോൾ ഇന്നത്തെ പാട്ട് ഇവിടെ കഴിഞ്ഞു. അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം. കമൻറ്റ് സെക്ഷനിലും കമൻറ്റ് ബോക്സിലും ഒന്ന് ഉഷാറാക്കിയേക്കണേ പിള്ളേരെ. അപ്പോൾ ബൈ ബൈ, ഗുഡ് നൈറ്റ്.